ശ്രീമതി കെ.ആർ. മീരയുടെ ഹെയ്റ്റ് സ്പീച്ചിനെതിരെ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. കൊലപാതകത്തെ ന്യായീകരിക്കുന്ന അവരുടെ നിലപാടിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. 352, 353, 196 IT ആക്ട് സെക്ഷൻ 67 അടക്കം ഇൻവോക്ക് ചെയ്ത് എറണാകുളം പോലീസ് സ്റ്റേഷനിലാണ് പരാതി കൊടുത്തത്. ജൂറിസ്ഡിക്ഷൻ ഒരു പ്രശ്നമില്ലാത്തതുകൊണ്ടാണ് എറണാകുളത്ത് കൊടുത്തത്. കാര്യം ഇന്റർനെറ്റിലൂടെ ഒക്കെയാണല്ലോ ഇത് പ്രധാനമായി വരുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ഇതിലേക്ക് പോകുമ്പോൾ ആരെങ്കിലും ആ സ്പീച്ച് കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ അവരുടെ സ്പീച്ചും എടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ എല്ലാവരും മാധ്യമപ്രവർത്തകരാണ്ട് അപ്ഡേറ്റഡ് ആയിരിക്കും കെ.ആർ. മീര മാഡം പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്നുള്ളത്. അതായത് വളരെ ചിരിച്ചുകൊണ്ട് പുച്ഛത്തോടെ പറയുകയാണ് ചിലപ്പം കഷായം കലക്കി കൊടുക്കേണ്ടി വരും എന്ന്. അതായത് എനിക്ക് ഈ നമ്മുടെ ഇന്നത്തെ പരിപാടിയിലേക്ക് പോകുന്ന ഇവർക്ക് കൊടുക്കുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. അതോടൊപ്പം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ഷാരൻ എന്ന് പറയുന്ന ഒരു പുരുഷൻ സമപ്രായക്കാരിയായ ഗ്രീഷ്മയെ വിഷം കൊടുത്ത് കൊല്ലുക. ഗ്രീഷ്മ എന്ന് പറയുന്ന പെൺകുട്ടി ഷാരൻ തനിക്ക് വിഷം കൊടുത്ത് കൊന്നു എന്ന് അറിഞ്ഞ, അല്ലെങ്കിൽ വിഷം തന്നു എന്ന് അറിഞ്ഞിട്ട് പോലും അവസാന നിമിഷം വരെ ഷാരനെ തള്ളിപ്പറയാൻ തയ്യാറാകുന്നില്ല. ഷാരന്റെ പേര് അവൾ മരണക്കിടക്കയിൽ വെച്ച് പോലും പറയാൻ തയ്യാറാകുന്നില്ല. 11 ദിവസം വെള്ളം കുടിക്കാൻ കഴിയാതെ ഗ്രീഷ്മ എന്ന പെൺകുട്ടി 11 ദിവസത്തിന് ശേഷം മരിക്കുകയാണ്. ആ അവസരത്തിൽ രാഹുൽ ഈശ്വർ വന്ന് ഷാരനെ ന്യായീകരിച്ച് ഇങ്ങനെ സംസാരിച്ചിരുന്നെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യില്ലേ? അതേ മര്യാദ തിരിച്ച് അറസ്റ്റ് ഒന്നും ചെയ്യണ്ട, തെറ്റാന്ന് പറയാനുള്ള ഒരു മാന്യത ആൾക്കാർ കാണിക്കണ്ടേ? അതായത് നമ്മുടെ നാട്ടിലെ പ്രമുഖമായ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ഇരുന്ന് ഒരാൾക്ക് വിഷം കൊടുത്തു കൊല്ലുക. കോടതി വിധി, ബഷീർ സാറിന്റെ കോടതി വിധിയിൽ വ്യക്തമായിട്ടുണ്ട്. ശ്രീ ബഷീർ സാർ പറയുന്നത് 5 or 6 തവണ മനഃപൂർവ്വം ഷാരനെ ഗ്രീഷ്മ അങ്ങോട്ട് വിളിച്ചു വരുത്തി ലൈംഗികതയിൽ ഏർപ്പെടാൻ താല്പര്യത്തോടു കൂടി സംസാരിച്ചു. എന്നിട്ട് വിഷം കൊടുത്തു കൊന്ന ഒരുത്തനെ അപമാനിക്കുകയും അവന്റെ കുറ്റമാണ് അവൻ മരിച്ചത് എന്ന് പറയുകയും ചെയ്യുന്നത് കൊലപാതകത്തെ ന്യായീകരിക്കലല്ലേ? ഹെയ്റ്റ് സ്പീച്ച് അല്ലേ? വിദ്വേഷ പ്രസംഗമല്ലേ? ജസ്റ്റിസ് കമാൽ പാഷ സാർ, നമ്മളെല്ലാം ആദരിക്കുന്ന ഹൈക്കോടതിയിലെ വളരെ പ്രഗത്ഭനായ ജഡ്ജിയായിരുന്നു. അദ്ദേഹവും പറഞ്ഞു, നിങ്ങൾ കേട്ട് കാണും, അന്തസ്സോടെ കഷായം കലക്കി കൊടുത്തു. ഞാൻ വീണ്ടും കേട്ടു. അത് ആരെങ്കിലും ഇനി എക്സ്ട്രാ വാക്ക് ആഡ് ചെയ്തതാണോ എന്നറിയാം. ഒരു ചാനൽ ചർച്ചയിൽ ഞാനൊരു ചാനൽ ചർച്ചക്കാരെ വിളിച്ചു ചോദിച്ചു. ഞാൻ അങ്ങനെ തന്നെയാണ് സാറ് പറഞ്ഞത്. അവസാനമോളം അന്തസ്സോടെ കഷായം കലക്കി കൊടുത്തു. അതേ പ്രയോഗം ശ്രീമതി കെ.ആർ. മീര, നമ്മളെല്ലാം ആദരിക്കുന്ന വലിയ നോവലിസ്റ്റാണ്. അവരുടെ ഭാഷാപരമായ പാണ്ഡിത്യമോ അല്ലെങ്കിൽ നോവലിലെ മഹത്വമൊന്നും ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല. പക്ഷെ ശ്രീമതി കെ.ആർ. മീര ചിരിച്ചുകൊണ്ട് പുച്ഛത്തോടെ, ഞാൻ ആ വീഡിയോ എടുത്തിട്ടുണ്ട്, നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടോ അറിയില്ല, കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ വീണ്ടും ആ വീഡിയോ കാണിക്കും. വളരെ ചിരിച്ചുകൊണ്ട് പുച്ഛത്തോടെ പറയുകയാണ്, ചിലപ്പം കഷായം കലക്കി കൊടുക്കേണ്ടി വരുമോ? ഒരാൾ മരിച്ച അവസ്ഥയല്ലേ പറയുന്നു? വിഷം കൊടുത്തു കൊന്ന കാര്യമല്ലേ പറയുന്നു? അതും പ്ലാൻഡായി പല തവണ പ്ലാൻ ചെയ്ത് ഗൂഢാലോചനയിൽ ഏർപ്പെട്ട് ഇവൻ വിഷം കൊടുത്തു കൊന്നതിന് തൂക്കുകയർ നൽകിയ അവസരത്തിൽ ആ തൂക്കുകയർ നൽകപ്പെട്ട വ്യക്തിയെ ന്യായീകരിക്കുകയും ഹെയ്റ്റ് സ്പീച്ച് നടത്തുകയും ചെയ്യുന്നത് ഒരു പുരുഷ വിരുദ്ധ മൈൻഡ് സെറ്റാണ്. ഈ മൈൻഡ് സെറ്റിനെതിരെയാണ് മെൻസ് കമ്മീഷൻ അടക്കമുള്ളവർ വരുന്നത്. ഇവിടെ ഒരുമാ സംഘടനയുടെ ആൾക്കാരോട് ഞങ്ങൾ അഭ്യർത്ഥിച്ചത്, ഞാൻ അവരെ വിളിക്കുകയും അഭ്യർത്ഥിക്കുകയും ചെയ്തത്, നമുക്കിത് കേരളം മുഴുവൻ ക്യാമ്പയിൻ ആയി തന്നെ ചെയ്യണം ഒരു പുരുഷ കമ്മീഷൻ. അതുകൊണ്ട് ഈ പുരുഷ കമ്മീഷന്റെ ഒരു കരട്, ഇതിന്റെ വലിയ രൂപം അത് തൽക്കാലം ഇപ്പം വെളിയിൽ വിടാൻ അവസ്ഥയില്ലാത്തത് സ്പീക്കർക്ക് കൈമാറിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട എൽദോസ് MLA വളരെ മനോഹരമായി തന്നെ ഒരു ഡ്രാഫ്റ്റ് ആക്കി കേരള സംസ്ഥാന പുരുഷ കമ്മീഷൻ ബിൽ 2025 ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് കഴിഞ്ഞ ആഴ്ച ശ്രീ ഷംസീറിന് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക സ്പീക്കർ കൊടുത്ത ലെറ്ററും നിങ്ങൾക്ക് തന്ന ഇതിൽ വെച്ചിട്ടുണ്ട്. ആ ലെറ്ററിന്റെ ഭാഗമായി അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ്, അവരുടെ പ്രിവിലേജ് കമ്മ്യൂണിക്കേഷൻ ആയിട്ടാണ് പൂർണ്ണമായും തരാൻ കഴിയാത്തത്. പക്ഷെ അതിലെ പ്രധാന ഭാഗങ്ങൾ, പ്രസക്ത ഭാഗങ്ങൾ നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു പുരുഷ കമ്മീഷൻ.